നമസ്കാരം. എറണാകുളത്തെ സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ CBSE സ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്തതിൻ്റെ പേരിലുള്ള വിവാദമാണ് ഏറ്റവും അവസാനമായി കേരളത്തിൽ കത്തി നിൽക്കുന്നത്. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, കേരളം എല്ലാ ബഹുസ്വര സ്വഭാവമുള്ള ഒരു സമൂഹമാണ്. ഇവിടെ എല്ലാ മതങ്ങളെയും സ്വീകരിച്ച ഒരു സമൂഹമാണ്. അത് മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും എല്ലാവരെയും ഹിന്ദു സമുദായം കൈനീട്ടി സ്വീകരിച്ച വലിയൊരു പാരമ്പര്യമുള്ള നാടാണ് കേരളം. ഇന്നും അതേപോലെ തുടരുകയാണ്. നമുക്കറിയാം, വിവിധ മതങ്ങൾക്ക് അവരുടേതായ വേഷവിധാനങ്ങളുണ്ട്. ഒന്നാമതായി ക്രിസ്ത്യ സമൂഹത്തിന് തന്നെ അവരുടെ കന്യാസ്ത്രീകളും അതേപോലെ തന്നെ പാതിരിമാരാവാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ വിദ്യാലയങ്ങളിൽ പോകുന്നത് തങ്ങളുടേതായ മതവിശ്വാസത്തിനനുസരിച്ചുള്ള വസ്ത്രധാരണത്തോടു കൂടി തന്നെയാണ്. അതേപോലെ ശബരിമല സീസണിൽ പല ഹിന്ദു വിദ്യാർത്ഥികളും അതിനനുസരിച്ച് കറുപ്പ് മുണ്ടുടുത്ത് വിദ്യാലയങ്ങളിൽ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ മതങ്ങൾക്കും അവരുടേതായ ചില രീതികളുണ്ട്. അതേപോലെ മുസ്ലിം പെൺകുട്ടികൾ അവർ തല മറയ്ക്കുന്നത് മതപരമായി അവർക്ക് നിർബന്ധമാണ്. പക്ഷേ അതോടൊപ്പം എടുത്തു പറയട്ടെ, ചില ആളുകളൊക്കെ തന്നെ മുഖം പൂർണ്ണമായും മൂടി വരാറുണ്ട്. അതിന് ഞാൻ എതിരാണ്. ഞാൻ പരസ്യമായി അത്തരം നടപടികൾക്കെതിരാണ്. മുഖം കാണണം, സമൂഹം കാണണമെന്ന് വ്യക്തമായ നിലപാടുണ്ട്. പക്ഷേ തലമറയ്ക്കാനുള്ള മുസ്ലിം സ്ത്രീകളുടെ അവകാശം അത് അവർക്ക് അനുവദിച്ചു കൊടുക്കണം. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള, കേരളത്തിലെ മന്ത്രി പറഞ്ഞത് വളരെ ഗൗരവമായ ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ആ സ്കൂൾ യൂണിഫോമിനനുസരിച്ചുള്ള ശിരോവസ്ത്രം ധരിക്കാൻ 8ാം ക്ലാസ്സിലെ കുട്ടിക്കുള്ള അവകാശം അനുവദിച്ചു കൊടുക്കണം. ലോകത്തെ എല്ലാ മതങ്ങൾക്കും എല്ലാ രാജ്യങ്ങളിലും അനുവദിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള അവകാശം തന്നെ ആ കുട്ടിക്കും കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. ലോകത്തെ ഏറ്റവും സ്നേഹം പകർന്നു കൊടുക്കുന്ന ഒരു മതമാണ് ക്രിസ്തു മതം. ആ ക്രിസ്തു മതത്തിൻ്റെ പേരിലുള്ള ഒരു വിദ്യാലയത്തിലാണ് ഇത്തരം സംഭവം ഉണ്ടായത് എന്നുള്ളത് വേദനിപ്പിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും അഭ്യർത്ഥനയും ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലും അധ്യാപകരും അതിൻ്റെ മാനേജ്മെൻറ്റും ബഹുമാനപ്പെട്ട മന്ത്രി ജനാധിപത്യത്തിൻ്റെ തലപ്പത്തുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നതനായ മന്ത്രിയാണ്. ആ മന്ത്രിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട്, ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട് ആ കൊച്ചു പെൺകുട്ടിയെ വീട്ടിൽ പോയി സ്കൂളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്കൂൾ യൂണിഫോമിന് അനുസൃതമായ തലമറക്കാനുള്ള അവകാശം അനുവദിച്ചു കൊടുത്തുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു സന്ദേശം, ഇക്കാലം അത്രയും ക്രിസ്തുദേവനും അനുയായികളും ഒക്കെ തന്നെ കൊടുത്ത സന്ദേശം ലോകത്തിന് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. ആ സന്ദേശം പകർന്നു കൊടുക്കാൻ സെൻറ്റ് റീത്താസ് സ്കൂളിലെ മാനേജ്മെൻറ്റും ഹെഡ് മിസ്ട്രസും അവിടുത്തെ പ്രിൻസിപ്പലും അധ്യാപകരും അതേപോലെ PTA തയ്യാറാവണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.